ചേട്ടാ, പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചിത്രമായിട്ടുള്ള പല നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. വിചിത്രമായ നിയമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ജയന്ത ഘോഷാൾ, മമതാ ബാനർജിയുടെ മുൻ അഡ്വൈസർ, മുൻ ഉപദേഷ്ടാവ്, അയാൾ കഴിഞ്ഞ ദിവസം NDTV-യിൽ ഒരു ചർച്ചയിൽ വന്നിരുന്നു. ചർച്ചയിൽ വന്നിട്ട് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, BJP അധികാരത്തിൽ വരും എന്നാണ്. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് അയാൾ പറയുന്ന വേറൊരു കാര്യം, ഇത് TMC തൃണമൂൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആശങ്കയുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം SIR ആണ്. ഇലക്ഷൻ കമ്മീഷൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർശനമായിട്ടുള്ള സുരക്ഷയായിരിക്കും അവിടെ നടത്താനായിട്ട് പോകുന്നത്. അസ്വാഭാവികമായിട്ട് എന്ത് കണ്ടാലും ഉടനെ ചെക്ക് ചെയ്യും. പോരാത്തതിന് റീപോളിംഗിൽ കവിഞ്ഞ് വേറൊന്നും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് തെളിയിക്കപ്പെട്ടാൽ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള റെയ്ഡുകൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട്. ഇപ്പോ മമതാ ബാനർജിയുടെ ഭവാനിപ്പൂർ ഉൾപ്പെടെ 55 സീറ്റുകളെ സെൻസിറ്റീവായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളെല്ലാം നിരീക്ഷിക്കാൻ 100 നിരീക്ഷകരെ നിയമിച്ചിട്ടുണ്ട്. അവിടേക്ക് 100 ഇൻസ്പെക്ടർമാരെ ഇറക്കിയിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ പരമാവധി നിരീക്ഷകരെ ബംഗാളിലാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ചെലവ് നിരീക്ഷകരെ നിയമിക്കുന്നത് ഇതാദ്യമായിട്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നെ പോരാത്തതിന് പശ്ചിമ ബംഗാളിൽ അനധികൃത പണം, മദ്യം, സൗജന്യ ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്നുകൾ എന്നിവയുടെ കള്ളക്കടത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഇതുവരെ 1281 കോടി രൂപയുടെ സാധനങ്ങളാണ് റെയ്ഡ് നടത്തി പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 105 കോടി രൂപയുടെ ആഭരണങ്ങൾ ഉൾപ്പെടുന്നു. 178 കോടി രൂപയുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് സൗജന്യമായി വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ ഉൾപ്പെടുന്നു. ബംഗാളിൽ ഏപ്രിൽ 17 വരെ 430 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതുകൊണ്ടാണ് 55 മണ്ഡലങ്ങളെ, മമതാ ബാനർജിയുടെ ഉൾപ്പെടെ 55 മണ്ഡലങ്ങളെ സെൻസിറ്റീവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോലെ തന്നെ ഏപ്രിൽ 27 വരെ അമിത്ഷാ ബംഗാളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇലക്ഷൻ അവിടെ പോളിംഗ് നടക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം, എമർജൻസി സിറ്റുവേഷൻ ആണ് ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ ആക്രമണമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളായിരിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നത്. പോരാത്തതിന് പശ്ചിമ ബംഗാളിലെ 152 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു വിചിത്രമായിട്ടുള്ള നിയമം ഇവർ പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തി, രാത്രിയിൽ ഓടിക്കാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബംഗാള് സമ്പൂർണമായി തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു തരത്തിലുള്ള അട്ടിമറികളും ബംഗാളിൽ നടക്കാനായിട്ട് സാധ്യതയില്ല എന്നാണ്, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സംസ്ഥാനം എത്ര നാളായി തിരഞ്ഞെടുപ്പ്, ഇവിടെ മാത്രമല്ല ബീഹാറും അവിടെ ഇപ്പൊ ക്ലീനായി, ഗുണ്ടകളുടെ കയ്യിൽ, ഈ ആൾക്കാരുടെ കയ്യിലെല്ലാം, ഇതൊക്കെ മോദി സർക്കാർ വന്ന ശേഷമാണ് വൃത്തിയായി വരുന്നത്. അതിനിടയിലാണ് ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് തേരാപ്പാര നടക്കുന്നത്. വൃത്തിയാകുന്നത് പോലും ഇവിടെയാണ്. പല നക്സൽ ബാധിത മേഖലകളിലും ആൾക്കാർ തെരഞ്ഞെടുപ്പുണ്ട് എന്ന് അറിഞ്ഞ് അവരുടെ കയ്യിൽ മഷി പുരട്ടുന്നത് പോലും നരേന്ദ്രമോദി, അമിത്ഷായും ഒക്കെ അധികാരത്തിൽ വന്ന ശേഷമാണ്. എന്ത് തോന്നുന്നു? 17/4/2026, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ന്യൂസിന്റെ അവളം പോയിന്റ്. അന്ന് ഞാൻ ആധികാരികമായി പറഞ്ഞു ഇത്തവണ ബംഗാൾ BJP ഭരിക്കുമെന്ന്. ഒരുപക്ഷെ എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞൊരാളും ഞാൻ തന്നെ അറിയുന്നു. ഒരുപാട് ഒരു കമന്റ് ഒക്കെ ചോദിച്ചു, ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് തന്നെ പറയുന്നു BJP ഭരിക്കുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ധനുഷ്. ഇപ്പോൾ ഒരു 90 ലക്ഷം പേരെ അവിടെ SIR പുറത്താക്കിയിട്ടുണ്ട്. 90 ലക്ഷം എന്ന് പറയുമ്പോൾ ബംഗാളിലെ പോളിംഗിന്റെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ശതമാന കണക്കിൽ 10% കുറവുണ്ടാകും. കഴിഞ്ഞ തവണ BJP-യും TMC-യും തമ്മിൽ 10% വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10% വോട്ടർമാർ കുറഞ്ഞു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യമുണ്ട്. 80-20 ആണ് പറയുന്നത്. 80% TMC-യുടെ വോട്ടർമാരെയും 20% BJP-യുടെ വോട്ടർമാർ ഈ കൂട്ടത്തിലുണ്ട്. ഈ 90 ലക്ഷത്തിലുണ്ട്. BJP-യുടെ ആൾക്കാരും പോയിട്ടുണ്ട്. അപ്പം ഇത്രയും കുറയുമ്പോൾ തന്നെ ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസം വരും. അതിൽ പലതും ഈ ആളുകൾ പോയ സ്ഥലങ്ങളെല്ലാം ഈ മമതയുടെ ഉറച്ച കോട്ടകളാണ്. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള പ്രദേശം, ഫർഗാന അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്, ഇതുണ്ട്. പക്ഷെ ഇത്തവണ നമുക്ക് ആ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ പിന്നെ സ്ഥിരം ഈ നാഷണൽ ന്യൂസ് എടുക്കുന്നുണ്ട്, അത്തരം വാർത്തകൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ആ കാര്യം. ഇല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെ സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായ വർക്കാണ് അവിടെ നടക്കുന്നത്. അവിടെ 2 രീതിയിലാണ് BJP തുടക്കം മുതലേ വർക്ക് തുടങ്ങി. അവരുടെ പ്രവർത്തകർ 2ആയിട്ട് പിരിഞ്ഞു. അതായത് ഈ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു വിഭാഗം ആളുകൾ പുറമേ ഉള്ള പ്രചരണത്തിലും അവരുടെ ബഹുഭൂരിപക്ഷം അണികളും താഴെ തട്ടിൽ വീടാന്തരം കയറിയിട്ടുള്ള പ്രവർത്തനത്തിലുമാണ് മുഴുകിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അവർ അതേ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ പ്രചരണ വാഹനത്തിൽ ഇത് പോകുമല്ലോ, സ്ഥാനാർത്ഥി പോകുന്ന പ്രചരണത്തിന്റെ കൂടെ കുറച്ച് പ്രവർത്തകർ അവരുടെ കൂടെ, അതിനുവേണ്ടി കുറച്ച് പ്രവർത്തകരുണ്ട്, അവർ അതിനുവേണ്ടി മാത്രമേ പോകൂ.
മറ്റ് ബഹുഭൂരിപക്ഷം പ്രവർത്തകരും ഈ വീട് വീടാന്തരം കേട്ട് ഗൃഹസമ്പർക്കം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക, പിന്നെ ഈ ബാലറ്റ് മിഷൻ കാണിച്ച് പരിശീലിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ അവിടെ വളരെ നേരത്തെ തന്നെ നടന്നിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയ്ക്കെതിരെ ഉയർന്നു വരുന്ന വലിയ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഭയങ്കരമായ രീതിയിലുണ്ട്. കാരണം ബീഹാർ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബീഹാറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം സ്ഥിതിയിൽ കിടന്ന ഒരു സ്റ്റേറ്റാണ്. അവിടെ പോലും വലിയ വികസനങ്ങൾ വന്നു എന്നുള്ളത് ഇവിടെയും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഞാനൊരു വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു കാഴ്ച ഞാൻ പറയാം. ഒരു വിഷയം ഒരിക്കലും വെസ്റ്റ് ബംഗാൾ അങ്ങനെ ഒരു സംഭവം മുൻകാലങ്ങളിൽ ആരും നടക്കില്ലായിരുന്നു. അവരൊക്കെ ഇപ്പൊ പെട്ടിയായതിന്. ഞാനൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ബംഗാളിൽ ജയിക്കേണ്ട ഒരേ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവർ ജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വേറെ ആര് ജയിക്കുകയോ നോക്കുകയോ നമ്മളെ സംബന്ധിച്ച് വിഷയമല്ല. ആ സ്ഥാനാർത്ഥിയുടെ പേര് രത്ന ദേബ് നാഥ് എന്നാണ്. രത്നാജി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. രത്ന ദേബ് നാഥ് എന്നാണ്. ഈ രത്ന ദേബ് നാഥ് വോട്ട് ചോദിക്കില്ല ആരോടും. അവരിങ്ങനെ ഒരു സ്ത്രീയാണ്. അവരിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഈ ഇരുവശത്തുമുള്ള സ്ത്രീകൾ, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരെല്ലാം ഈ സ്ത്രീയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. എല്ലാവരും കരച്ചിൽ മാത്രമാണ്. ഇവർ നടന്നു പോകുന്ന ഇരുവശങ്ങളും സ്ത്രീകൾ തടിച്ചുകൂടുന്നു. ആ സ്ത്രീകൾ ഈ സ്ത്രീയെ നോക്കി കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു ഇതാണ്. ഇവർ ഒന്നും സംസാരിക്കാൻ നടന്നു പോകുന്നു. ഈ സ്ത്രീ ഏതാണെന്ന് മനസ്സിലായോ? ആർജിക്കർ ആശുപത്രിയില് 2 വർഷം മുമ്പ് ജൂനിയർ ഡോക്ടറെ ഒരു പോലീസുകാരൻ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു. ഒരു പോലീസുകാരൻ നേതൃത്വത്തിലായിരുന്നു സംഭവിച്ചത്. അതിൽ കേസെടുക്കാൻ പോലും മമത തയ്യാറായില്ല. ഒടുവിൽ ഈ രാജ്യം മുഴുവൻ ഭയങ്കരമായ രീതിയിൽ സ്ത്രീകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനു ശേഷം ഒരു കേസ് ചാർജ് ചെയ്യുന്നു. പിന്നീട് അത് CBI ഏറ്റെടുക്കുന്നു. ഈ പ്രതിയെ പിടിക്കുന്നു. അങ്ങനെ ആദ്യം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ദുർബലമായ വകുപ്പുകളായിരുന്നു. പിന്നീട് CBI അത് ഏറ്റെടുക്കുകയായിരുന്നു ആ കേസ്. അതിനുശേഷം ഈ മമതാ ബാനർജി ഒരു 10 ലക്ഷം രൂപ ഈ അമ്മയ്ക്ക് കൊടുക്കാൻ ചെന്നു, ഓഫർ ചെയ്തു. ആ അമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, കാരണം എന്റെ മകൾക്ക് വിലയിടാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വെസ്റ്റ് ബംഗാളിൽ ഒരു സ്ലോഗൻ തന്നെ അതാണ്. അവിടുത്തെ സ്ത്രീ വോട്ടർമാരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ആദ്യം റേപ്പ് ചെയ്യുക, പിന്നെ 10 ലക്ഷം രൂപ. ഇതാണ് മമത ആകെ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസനം. റേപ്പ് ചെയ്യുന്നവർക്ക് 10 ലക്ഷം രൂപ കിട്ടും എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം അതിന് നന്നായി മുതലെടുക്കാനായിട്ട് BJPക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാനത് ആദ്യമായിട്ട് കാണും. കഴിഞ്ഞ ദിവസത്തെ ഒരു റാലി എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അമിത്ഷാ ഇരിക്കുന്ന ഒരു വേദിയിൽ ഈ മിഥുൻ ചക്രവർത്തി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അങ്ങനെ മന്ത്രിമാരിയ്ക്കുന്ന വേദിയിൽ അത്തരം വികാരപരമായ പ്രസംഗങ്ങൾ ആരും നടത്താറില്ല. അതിൽ അദ്ദേഹം പറയുന്നത് 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന അടികളുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ട്, ഞങ്ങളെ കൊന്നിട്ടുണ്ട്. 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇതിന് ഞങ്ങൾ പലിശ സഹിതം തിരിച്ചു തരുമെന്ന്. അപ്പൊ ആ വേദിയിൽ അമിത്ഷാ ഇരിപ്പുണ്ട്. അദ്ദേഹം ചിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ മന്ത്രിമാരൊക്കെ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇദ്ദേഹം മിഥുൻ ചക്രവർത്തി വളരെ സീനിയർ ആയിട്ടുള്ളൊരു നടനും പ്രായമുള്ള ഒരാളും കൂടെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. സാധാരണ അത് ചെയ്യാറില്ല. ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നേതാവല്ലല്ലോ, ഇരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് പ്രോട്ടോകോൾ. പക്ഷെ അദ്ദേഹം ഇത് പറയുകയും ജനം വലിയ രീതിയിൽ കൈയടിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയുടെ ഈ അടുത്ത റാലിയിലൊക്കെ അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഈ മാസം 29-ാം തീയതി വരെ സമയം തന്നിട്ടുള്ളൂ ഗുണ്ടകൾക്ക്, അതിനകം കീഴടങ്ങണം, ഇല്ലെങ്കിൽ 4-ാം തീയതി നിങ്ങളെല്ലാം അകത്തു പോയിരിക്കും എന്ന് ഒരു ഉറപ്പ് ചെലുത്തി. അതായത് ബംഗാളിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാളിലെ ജനത്തിന് ആദ്യം വേണ്ടത് സുരക്ഷാ സംവിധാനമാണ് വേണ്ടത്. അവരുടെ ജനങ്ങൾക്ക് ആദ്യം ഈ കേന്ദ്ര സർക്കാർ കൊടുത്തത് ഇപ്പൊ സുരക്ഷയാണ്. പട്ടാളത്തെ 2 ലക്ഷത്തോളം സൈനികരെ കൊണ്ടിറക്കി. ആ സൈനികർ എല്ലാ വീട് വിടാന്തരം കയറി പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യപൂർവ്വം വോട്ട് ചെയ്യാൻ വരൂ, നിങ്ങൾക്കുണ്ടോ. അപ്പൊ ജനം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നാളെ പോകില്ലേ, ഞങ്ങൾക്ക് അപ്പോഴും അടി കിട്ടത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇല്ല, ഞങ്ങൾ വോട്ടിങ് കഴിഞ്ഞാലും പോകില്ല, വോട്ടെണ്ണൽ കഴിഞ്ഞാലും പോകില്ല, നിങ്ങൾ എപ്പോൾ സുരക്ഷിതമാകുന്നു അതിനുശേഷമേ ഞങ്ങൾ പോകൂ എന്നൊരു ഉറപ്പ് കൊടുത്ത് അവിടുത്തെ ഗ്രാമീണരായ ജനങ്ങൾക്ക് ഒരു ധൈര്യം പകർന്നിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെ വന്ന് ഓപ്പണായിട്ട് ഇത് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവന്റെ പണി തീർക്കുന്നവരെ ഞങ്ങൾ ഏറ്റു എന്ന് അമിത്ഷാ അടക്കം പറയുന്നു. അതുമാത്രമല്ല, ഈ 1-ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് 15 ദിവസം അമിത്ഷാ ബംഗാളിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ന്യൂസ് ഇന്ത്യ മലയാളം, നമ്മുടെ ഈ ചാനലല്ല, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഞാൻ തന്നെയാണ് ആ വാർത്ത ചെയ്തത്. അതിന്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹം ആദ്യം വന്നത് അവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ഈ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കുകയും കൃത്യമായി തന്നെ പുള്ളിയുടെ നേതൃത്വത്തിൽ പുള്ളി അവിടെ തമ്പടിച്ച് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം ഈ 2-ാം ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നത്. 27-ാം തീയതി വരെ, 29-ാം തീയതിയാണ് അടുത്ത പോളിംഗ്. 23-ാം തീയതി ഫസ്റ്റ് ഇലക്ഷൻ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിനോട് പോകേണ്ടി വരും. കാരണം ഇത് നിയമം അനുസരിച്ച് പറ്റില്ല.
അപ്പം ഇതേ രീതിയിലുള്ള പ്രവർത്തനം. അത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യം ഈ നാടിനൊരു വികസനം വേണ്ടേ, അതിന് BJP വേണം. പക്ഷെ ഹിന്ദു വോട്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ഇതേ രീതിയിലല്ല അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം ഹിന്ദു വരണം, അതായത് ഹിന്ദുക്കൾക്ക് ജീവിക്കണമെങ്കിൽ ഇത് വരണം. പക്ഷെ ഇതേ സമയത്ത് തന്നെ മറുഭാഗത്തും വളരെ സംഘടിതമാണ്. അതും കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് TMC ദുർബലമല്ല, അവർ വളരെ ശക്തമാണ്. TMCയെ സംബന്ധിച്ചും അവരുടെ കീഴിലുള്ള ഗുണ്ടകളെ സംബന്ധിച്ചും ഈ പറയുന്ന അനധികൃതമായി കുടിയേറിയവരെ സംബന്ധിച്ചും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവിടെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അടക്കം വലിയ നിയമങ്ങൾ കൊണ്ടിരുന്നത്. ഈ 2 വീലർ നിരോധിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. 2 വീലർ ബോംബ് വെക്കാൻ പറ്റും, ബൈക്ക് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്ഫോടനങ്ങൾ നടത്താൻ കഴിയും. അത് ഏത് സമയവും ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് ബംഗാളിൽ നടക്കുന്നത്. ബാറ്റിലല്ല അവിടെ നടക്കുന്നത്. പകരം ഒരു സായുധ കലാപത്തിനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് മീഡിയാവിലെ ദാവൂദ് പറഞ്ഞത്. ഇതിങ്ങനെ BJP ചോദിച്ചാൽ അവിടെ സമാധാനം ഉണ്ടാകുമോ, വലിയ കലാപം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് കാര്യം ഇത് തന്നെയാണ്. കാരണം ഇതൊരു വലിയ ജീവൻ മരണ പോരാട്ടം. കാരണം മറ്റവർക്ക് നിലനിന്നേ പറ്റൂ. BJP എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം പിടിക്കുക അല്ലെങ്കിൽ അവർക്ക് ഭരണത്തിൽ വരിക എന്നുള്ളതേ ഉള്ളൂ. എങ്കിൽ മറ്റവർക്ക് അങ്ങനെയല്ല. BJP അധികാരത്തിൽ വന്നാൽ അതോടുകൂടി തീർന്നു അവിടുത്തെ കച്ചവടങ്ങളെല്ലാം, മാഫിയകളുടെ, ഗുണ്ടകളുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ, അങ്ങനെ. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അതായത് എല്ലാ ആയുധങ്ങളും, ബോംബെങ്കിൽ ബോംബ്, തോക്കെങ്കിൽ തോക്ക് അവരുടെ അടുത്ത് പെരുമാറും. ഇതാണ് വെസ്റ്റ് ബംഗാളിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ശരിക്കും ബംഗാളിൽ നടക്കുന്നത് ബാലറ്റിലൂടെയുള്ള യുദ്ധമല്ല, ശരിക്കും നേരിട്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ BJP ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ കണക്കുകളും. ഞാൻ ഈ നേരത്തെ SIR മുഖേന ആൾക്കാരെ വെട്ടിമാറ്റിയതിന്റെ കണക്ക് പറഞ്ഞ കാര്യം, BJPയും തൃണമൂലും തമ്മിലുള്ള വ്യത്യാസം 10 സംതിങ് ആണ്. ആ വോട്ട് തന്നെയാണ് ഇത് പോയിരിക്കുന്നത്. പക്ഷെ ആ പോയ വോട്ടെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ ആണെന്നല്ല. 80% തൃണമൂലിന്റെ ഉണ്ട്, 20 BJPയുടെ ഉണ്ട്. അതിനകത്ത് നാരോ ആയിട്ട് നിൽക്കുന്ന കുറെ മണ്ഡലങ്ങളുണ്ട്. അതിനകത്തൊരു 55 മണ്ഡലങ്ങളുണ്ട്. അതിൽ വലിയ രീതിയിൽ നിന്നും BJP വലിയ കോൺസെൻട്രേഷൻ ചെയ്യാത്ത മണ്ഡലമാണ്. പക്ഷെ ആ മണ്ഡലത്തിൽ സൈന്യം വലിയ രീതിയിൽ റെയ്ഡും മറ്റും നടത്തുന്നത്. ആ മണ്ഡലങ്ങളാണ് മമതയുടെ ഗുണ്ടകളുടേതായ മണ്ഡലങ്ങളാണ് ഈ 55 മണ്ഡലങ്ങൾ. അവരുടെ അണ്ടറിൽ നിൽക്കുന്ന ഗ്യാങ്ങുകള്, അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ഗുണ്ടകൾ, എല്ലാവരുമുള്ള ഒരു അധോലോകം കണക്കുള്ള ഒരു 55 മണ്ഡലങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ റെയ്ഡുകളും മറ്റും നടത്തി കുറെ അധികം പേരെ പിടിക്കുന്നത്. അവിടെയും സാധാരണപ്പെട്ട ജനമാണ് വോട്ട് ചെയ്യാനുള്ളത്. അവിടെയൊക്കെ BJP ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഇടങ്ങൾ അത് ഒരു ക്ലീൻ ബംഗാൾ ആക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ധനുഷ് നോക്കിക്കൂ, വെസ്റ്റ് ബംഗാളിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ തൃണമൂലാണ് തോക്കുന്നതെങ്കിൽ സ്വാഭാവികമായി തന്നെ അവർ പ്രതികരിക്കാൻ തയ്യാറാകും. ഹിന്ദു ഭവനങ്ങൾക്ക് തീയിടുക, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വീട് തകർക്കാനൊക്കെ ശ്രമം നടത്തും. പക്ഷെ ഇത്തവണ പഴയതുപോലെ ആകില്ല, 2021 പോലെ ആകില്ല. ഇപ്പുറത്തെ ഭാഗവും തിരിച്ചടിക്കാൻ സജ്ജമാണെന്ന് അവരെല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അവരുടെ ചെറുതും വലുതുമായ നേതാക്കൾ, നരേന്ദ്രമോദി ഉൾപ്പെടെ ഗുണ്ടകൾക്ക് താക്കീത് നിൽക്കുന്നു. അതിന് താഴെയുള്ള നേതാക്കൾ പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്ത അടിയെല്ലാം ഞങ്ങൾ പലിശ സഹിതം തിരിച്ചു തരാനിരിക്കുകയാണ് എന്ന് അവിടുത്തെ നേതാക്കളും സ്ഥാനാർത്ഥികളും പോലും പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ബംഗാളിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. CPM അവിടെ ഭരിച്ചത് ഈ ഗുണ്ടായസത്തിലൂടെയായിരുന്നു. ആ CPM-നെ തകർത്ത് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് എന്താണ് ചെയ്തത്? അതേ ഗുണ്ടകളെ തന്നെ എടുത്തുകൊണ്ട് CPM-മാരെ മറ്റും കൊന്നെടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയത് BJP എടുത്ത് മാത്രമാണ്. കാരണം BJP-ക്കാർ ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ടും കൊടുക്കും. അവന്മാർക്ക് മാത്രം കളി നടന്നില്ല. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ 2ാം സ്ഥാനത്ത് വന്നത്. കോൺഗ്രസും CPM-ഒക്കെ പൊടി പോലും ഇല്ലല്ലേ കണ്ടെത്താനായിട്ട്. അതാണ് നിൽക്കുന്നത്. അപ്പം സ്ട്രോങ് ആണ് ഇപ്പുറത്തെ ഭാഗവും, അപ്പുറത്തെ ഭാഗവും സ്ട്രോങ് ആണ്. നല്ല സംഘർഷത്തിന് സാധ്യതയുണ്ട്. അതാണ് കൂടുതൽ സൈനികരെ അവിടെ കൊണ്ട് ഇടുന്നത്. കാരണം നമ്മുടെ ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ കേരളം പോലെയുള്ള, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനമല്ല, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി വെസ്റ്റ് ബംഗാളിനാണ് ബംഗ്ലാദേശുമായിട്ട് ഉള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്ര ക്രൂഷ്യലായിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP ജയിച്ചാൽ ബംഗാൾ ശാന്തമായി എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ BJP വെസ്റ്റ് ബംഗാൾ ജയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മണ്ഡല പുനർക്രമീകരണം ഒന്നും BJPക്ക് ആവശ്യമില്ല. ഈ 543 സീറ്റിൽ തന്നെ BJPക്ക് ഇനി 29 ഭരിക്കാൻ പറ്റും. ആ കണക്കൂടെ നമുക്ക് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തെ ബിഗ് സ്റ്റേറ്റുകളെല്ലാം, വലിയ സ്റ്റേറ്റുകളെല്ലാം തന്നെ BJPയുടെ കയ്യിലാണ്. 80 സീറ്റുള്ള UP, 40 സീറ്റുള്ള ബീഹാർ, 42 സീറ്റുള്ള ബംഗാൾ കൂടി പിടിച്ചു കഴിഞ്ഞാൽ എത്രയായി? ആ ഏരിയയിൽ നിന്ന് മാത്രം അവർക്ക് 160 സീറ്റ് ഉണ്ടാവും. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ 48 സീറ്റുണ്ട്. അപ്പൊ എത്രയായി? 208 സീറ്റായി. മധ്യപ്രദേശും രാജസ്ഥാനും കൂടെ 50 സീറ്റുണ്ട്. 128 50 278 സീറ്റായി. 278. ഈ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം, ഇത്ര സംസ്ഥാനങ്ങളുണ്ട്. 272 മതി നമുക്ക് ഭരിക്കാനായിട്ട്, കേന്ദ്രം ഭരിക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്ക്. 278 അവിടുന്ന് തന്നെ കിട്ടിയില്ലേ. പിന്നെ അവരുടേതായ ഒഡീഷയുണ്ട്, മറ്റു സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ വോട്ട് വരുമ്പോൾ ഈസി ആയിട്ട് ഒരു 300 സീറ്റിന് മേളിൽ, 300-350 സീറ്റിന് മേളിൽ പോകാനുള്ള സാധ്യത നിലവിലുണ്ട്. ബംഗാളോടെ പിടിച്ച് അവർ ഭാവി ഇനിയിപ്പം മണ്ഡല പുനർക്രമീകരണം നടക്കുന്നില്ല എന്ന് വെച്ചു 2029. എന്നാലും BJP അധികാരത്തിൽ വരത്തുള്ളൂ. ഇവർ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത് ഈ മണ്ഡല പുനർക്രമീകരണം എന്ന BJP വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടല്ലേ. അതിന്റെ ആവശ്യമില്ല അവർക്ക്. കാരണം ഈ ഇത്രയും സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇത്ര സ്റ്റേറ്റ് അവിടെ ഇരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റുകളാണ് ഇരിക്കുന്നത്.
ഏറ്റവും അതിനകത്ത് പിന്നെ ദക്ഷിണേന്ത്യയിലുള്ള തമിഴ്നാട് മാത്രമേ ഉള്ളൂ പിന്നെ നിൽക്കുന്നത് 39 സീറ്റുള്ളൂ. ബാക്കിയെല്ലാം 40-ന് മുകളിലുള്ള സീറ്റുകളാണ്. ഇത് അവിടുന്ന് മാത്രം ഈ പറയുന്ന UP, ബീഹാർ, പിന്നെ വെസ്റ്റ് ബംഗാള്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അത് വെറും 6 സ്റ്റേറ്റ് കൊണ്ട് അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടും, ഇല്ലെങ്കിൽ അതിനടുത്തെത്തും. വെറും 6 സീറ്റ്. അവിടെ വേറൊരു കാര്യമുണ്ട്, വെസ്റ്റ് ബംഗാൾ കിടക്കുന്നുണ്ട്, എന്തായാലും സോറി കർണാടക കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലും അടുത്ത തവണ സീറ്റ് ഉറപ്പായിട്ടുണ്ടാകും. കാരണം ഒരു സീറ്റല്ല, ഞാൻ കണക്കൂട്ടുന്ന ഇപ്പോഴത്തെ ഒരു നില അനുസരിച്ചാണ് ഒരു 6 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. തമിഴ്നാടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ആന്ധ്ര അവരവരുടെ സഖ്യകക്ഷിയും കൂടെയാണ് ഭരിക്കുന്നത്. തെലങ്കാനയിൽ അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നാണ്, സീറ്റിന്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒഡീഷ, എത്ര സ്ഥലങ്ങൾ പിന്നെയും കിടക്കുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെ 11 സീറ്റേ ഉള്ളൂ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കിടക്കുന്നു. കാശ്മീരിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹരിയാന, പിന്നെ ഹിമാചൽ പ്രദേശ്, അങ്ങനെ അവരുടേതായ ഒരു തട്ടകം തന്നെ ഓപ്പണായി കിടക്കുകയല്ലേ. പിന്നെ അവർക്ക് അവശേഷിക്കുന്ന ഒരു ശത്രു എന്ന് പറഞ്ഞാൽ DMK മാത്രമേ ഉള്ളൂ. അതും ഈ തെരഞ്ഞെടുപ്പ് DMKയോട് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ച് വളരെ ഈസിയായി കാര്യം. ബിഗ് സ്റ്റേറ്റുകളെല്ലാം അവരുടെ കയ്യിലായി. പിന്നുള്ളത് ഈ തട്ടാപുട്ടിയൊക്കെ ഉള്ള കൊച്ചു ഈ കിടക്കാച്ചി സ്റ്റേറ്റുകളുണ്ടല്ലോ, നമ്മുടെ കേരളം, അങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് അവർക്ക് റിസ്ക് ഇല്ല, അതാണ് അതിനകത്ത് ഒരു സാധനം. കാരണം എന്താ ഡബിൾ എഞ്ചിൻ സർക്കാർ വരികയാണ് ധനുഷ്, അതാണ് അങ്ങനത്തെ സാധനം. ഡബിൾ എഞ്ചിൻ സർക്കാർ വരിക, അത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ കൃത്യമായി തന്നെ സംസ്ഥാനങ്ങൾ നടപ്പാക്കാൻ കഴിയും. അങ്ങനെ നടപ്പാക്കുമ്പോൾ എന്ത് പറ്റും, അവിടുത്തെ ജനങ്ങൾ ആ പാർട്ടിയോട് ഒപ്പമല്ലേ നിൽക്കത്തുള്ളൂ. ഇതിപ്പോ ഇവിടെ കേരളത്തിലൊക്കെ അടക്കം സംഭവിക്കുന്നത് ഡബിൾ എഞ്ചിൻ അല്ലല്ലോ. കേന്ദ്രത്തിലൊരു പാർട്ടി, കേരളത്തിലൊരു പാർട്ടി, അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരും. സ്വാഭാവികമായി തന്നെ അത് വരും. ഇതിന് ആലോചിക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല, ചുമ്മാ നമ്മൾ ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.